നമുക്കറിയാം നല്ല വേനലാണ്. ഈ വേനലിൽ നമ്മൾ വേനൽ കൂടി കഴിഞ്ഞാൽ ഇനി വെള്ളം പലയിടത്തും വറ്റി വരണ്ട് തുടങ്ങി. അതിനിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം. അപ്പം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്രോതത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം അവിടുന്ന് കാലാവസ്ഥ വ്യതിയായ മാറ്റങ്ങൾ വരുത്തി നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു വചനം, ഇസ്രായേൽ ജനത്തിന് അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരെ ചൊല്ലിയ വചനമാണ് സങ്കീർത്തനം 78, 15, 16 വചനങ്ങൾ. ആവശ്യക്കാർക്ക് എഴുതിയിരിക്കാവുന്നതാണ്. സങ്കീർത്തനം 78, 15, 16. പലർക്കും അറിയാം, ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്ന് അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി. പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാൽ ഒഴുക്കി ജലം നദി പോലെ ആയി എന്നാണ്. അതുപോലെ സംഖ്യ 21, 17. ഇസ്രായേൽ അവിടെ വെച്ച് ഈ ഗാനം പാടി, കിണറെ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ച് പാടുവീൻ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പോരുന്ന സമയത്ത് ഇതുപോലെ വെള്ളം കിട്ടാതെ വലഞ്ഞപ്പോൾ അവർ ചെയ്താണ് കിണറെ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ച് പാടുക. ഈ 2 വചനങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 78, 15, 16. സംഖ്യ 21 അധ്യായം 17 വാക്യങ്ങൾ. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി. പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാൽ ഒഴുക്കി ജലം നദി പോലെ ആയിത്തീർന്നെന്ന് പറയുന്നത്. നമ്മുടെ ഈ സമയത്ത് എല്ലാ കിണറുകളും വറ്റി വരേണ്ട അവസ്ഥയാണ്. നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടുന്ന് ശക്തമായിട്ട് ഇടപെടും. അപ്പം അതിനായിട്ട് നമുക്ക് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് റോസാമിഷ്ടിക മാതാവിൻ്റെ മാധ്യസ്ഥം അയച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.